അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യം പ്രഖ്യാപിച്ച 25% താരിഫ് ഇന്ന് നിലവിൽ വരികയാണ്. അതിന് പുറമെയാണ് ഇന്നലെ 25% താരിഫ് കൂടി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭാരതത്തിന് മേൽ ചുമത്തുമെന്ന്. എന്തായാലും നമുക്ക് ഈ സാഹചര്യം വിശകലനം ചെയ്യാനായി നമ്മളോടൊപ്പം സാമ്പത്തിക വിദഗ്ധൻ ശ്രീ ആദികേശവൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്തേ സാർ, ഗുഡ് മോർണിംഗ്. പുത്തൻപള്ളിയിലേക്ക് സ്വാഗതം. യെസ്, ഈ സാഹചര്യത്തെ പൊതുവിൽ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നമ്മൾ ഈ ടാരിഫിന്റെ വ്യതിയാനങ്ങളും മിക്കവാറും എല്ലാ ദിവസവും അമേരിക്കൻ പ്രസിഡന്റിന്റെ ഓരോ ഓർഡർ ഇറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ എമർജൻസി പവേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സ്വമേധയാ, ഇത് വ്യക്തിപരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ആയിട്ട് വരുന്നത്. അതിനുള്ള അധികാരം അമേരിക്കൻ ഭരണഘടന പ്രകാരം അദ്ദേഹത്തിന് ആ അധികാരമുണ്ട് താൻ. പക്ഷെ മൊത്തത്തിൽ നമ്മളൊരു സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനിതിനെ നോക്കി കാണുമ്പോൾ നമുക്ക് ഇതിന്റെ പുറകിൽ എന്താണ് ഒരു പ്ലാൻ, അതായത് വളരെ സുചിന്തിതമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പോളിസി അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല. മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ ഈ ഓർഡർ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ഓർഡർ ഈ ബ്യൂറോക്രാറ്റിക് സാധാരണ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ ഇറക്കുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഓർഡർ തന്നെയാണ് ഈ സൈറ്റിലും എക്സിക്യൂട്ടീവ് ഓർഡർ എന്നുള്ള നിലയ്ക്കും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന്റെ പ്രത്യാഘാതം ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? ഇപ്പം ഉദാഹരണത്തിന് ഇന്നലത്തെ ഹിന്ദു പത്രത്തില് അമേരിക്കൻ പ്രസിഡന്റ് ട്വീറ്റ് ചെയ്തതിന്റെ ഒരു ഭാഗം ഉദ്ധരിക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് താരിഫ് അല്ലെങ്കിൽ തീരുവ ഇന്ത്യ അമേരിക്കയ്ക്ക് നൽകുന്ന ദ ടാരിഫ് പെയ്ഡ് ബൈ ഇന്ത്യ ടു ദ US എന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ താരിഫ് ആരാണ്? അഥവാ ഇപ്പം 25-50%, ഇനിയിപ്പം നാളെ ചിലപ്പോൾ 100% ആക്കിയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷേ ഈ തീരുവ ആരാണ് വഹിക്കാൻ പോകുന്നത്? ആരുടെ പുറത്താണ് ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ആഘാതം ചെന്ന് പതിക്കുക? നിസ്സംശയം എല്ലാവർക്കും അറിയാം. ഇത് അമേരിക്കൻ അഥവാ ഈ ഗുഡ്സ്, ഈ ചരക്കുകൾ ഇത്രയും തീരുവ നടപ്പിലാക്കി അമേരിക്കയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപഭോഗം ചെയ്യുന്ന ആൾക്കാരുടെ പുറത്തല്ലേ ഇതിന്റെ ആഘാതം വരിക? അല്ലെങ്കിൽ ഇതിൽപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാള് ഈ കംപ്ലീറ്റ് തീരുവയും അങ്ങ് അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ അതങ്ങ് പൂർണ്ണമായിട്ടും വഹിക്കണം. ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വ്യക്തി, അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഒരു കമ്പനി അല്ലെങ്കിൽ വ്യക്തി, പിന്നെ അമേരിക്കൻ ഉപഭോഗം അല്ലെങ്കിൽ കൺസ്യൂമർ, ഇവർ 3 പേരിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഈ തീരുവ വഹിക്കേണ്ടി വരും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ വളരെ വലിയ ചർച്ചകളാണ് നമ്മുടെ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഒക്കെ നടക്കുന്നത്. തീർച്ചയായും വേണ്ടതാണ്. കാരണം അന്താരാഷ്ട്ര തലത്തില് ഇന്ത്യയെ മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഓരോ രാജ്യത്തിനും ഓരോ തരത്തിലുള്ള തീരുവ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇത് കാണുന്ന പ്രേക്ഷകരും നമ്മുടെ ആൾക്കാരും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്ത് അയക്കുന്ന ഗുഡ്സിന്റെ തോത് ഒരു വർഷം, കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്താൽ $85 ബില്യൺ ആയിരുന്നു. 1 ബില്യൺ എന്ന് പറയുന്നത് 8700 കോടി. ഒരു US ഡോളർ 87 രൂപയുടെ മൂല്യമാണ് ഇന്നുള്ളത്. അതുകൊണ്ട് $1 ബില്യൺ എന്ന് പറയുമ്പോൾ 8700 കോടി. 85 ബില്യൺ നമ്മൾ കയറ്റുമതി ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം. അതിൽ ഇപ്പൊ തീരുവ നടപ്പിലാക്കിയിട്ടുള്ളത് $45 ബില്യൺ ഗുഡ്സിന് മാത്രമാണ്. ഉദാഹരണമായി നമ്മൾ മരുന്നും ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ മോളിക്യൂൾസ് എന്ന് പറയുള്ളൂ, തന്മാത്രകൾ, അത് മാനുഫാക്ചർ ചെയ്ത് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതില് ഈ തീരുവ നടപ്പാക്കിയിട്ടില്ല. മൊബൈൽ ഫോൺസിൽ നടപ്പാക്കിയിട്ടില്ല. ഇലക്ട്രോണിക് ഗുഡ്സിൽ നടപ്പാക്കിയിട്ടില്ല. ഏകദേശം $45 ബില്യൺ. ഇനി നമ്മുടെ സമ്പദ്ഘടനയുടെ മൊത്തം ഔട്ട്പുട്ട്, അതായത് ദേശീയ വരുമാനം അല്ലെങ്കിൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ മൊത്തം തോത് ഒരു വർഷത്തിൽ ഇപ്പോൾ $4 ട്രില്യൺ കടന്നിരിക്കുന്നു. അതായത് $4000 ബില്യൺ. അപ്പൊ $4000 ബില്യൺ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ ഇന്ന്. ഇപ്പം നമ്മൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ
ഇനി കൂടാനേ സാധ്യതയുള്ളൂ എന്നാണ് അനുമാനം. കാരണം നമ്മുടെ വളർച്ച 6-6.5 അല്ലെങ്കിൽ 7%, 6-7% എത്രയോ ആയിക്കൊള്ളട്ടെ. $4000 ബില്യൺ സമ്പദ് വ്യവസ്ഥയുടെ 45 ബില്യൺ നമുക്ക് എളുപ്പത്തിന് വേണ്ടി 40 ബില്യൺ മനസ്സിലാക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി 40 ബില്യൺ എന്നൊക്കെ കണക്കാക്കിയാൽ മൊത്തം ദേശീയ ഉൽപാദനത്തിന്റെ 1% മാത്രമേ ഈവൻ വേഴ്സ്റ്റ് കേസ് സിനറിയോ നമുക്കിപ്പോ എല്ലാം ഈ കയറ്റുമതി 45 ബില്യണും ഈ വർഷം നടക്കാതെ പോയാലും നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ 1% മാത്രമേ കുറയുന്നുള്ളൂ. അത് വലിയ ഒരു ആഘാതം നമ്മുടെ സമ്പദ്ഘടനയിൽ സൃഷ്ടിക്കുകയില്ല, സംശയം വേണ്ട. രണ്ടാമത്തെ കാര്യം, ഇന്ത്യക്ക് എപ്പോഴും ഒരു അതിജീവന ശക്തി, റെസിലിയൻസ് എന്ന് പറയുമല്ലോ. മൊത്തത്തിൽ നമുക്ക് ഇതേപോലത്തെ എത്രയോ ഇഷ്യൂസ് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് വന്നിട്ടുണ്ട്. ആ സമയത്തെല്ലാം നമ്മൾ അതിനെ നേരിടുവാനായിട്ടുള്ള തക്കതായ നടപടികൾ എടുത്ത് അതിനെ നേരിട്ടിട്ടുണ്ട്. ജനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളും രാഷ്ട്രീയ നേതൃത്വവും ഒക്കെ ഇതിനെ നേരിടാൻ പര്യാപ്തമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ഒരു നിലനിൽപ്പ് തന്നെ. ഉദാഹരണത്തിന് 1998 പോഖ്രാൻ വാജ്പേയി ഗവൺമെന്റിന്റെ കാലത്ത്, അന്ന് അതായത് ലോകത്തിലെ മറ്റുള്ള എല്ലാ രാജ്യങ്ങളും, ജപ്പാൻ, അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എല്ലാവരും നമ്മുടെ പുറത്ത് സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തി. പക്ഷെ എന്ത് രീതിയിലാണ് അത് ഇന്ത്യൻ സമ്പദ്ഘടനയെ ബാധിച്ചത്? അന്നാണ് ഇന്ത്യ ഒരു റീസർജന്റ് ഇന്ത്യ ബോൺസ് എന്ന് പറഞ്ഞത്. കാരണം വിദേശ നാണ്യം അകത്ത് വരുവാനുള്ള സാധ്യതകളെ ബാധിക്കുന്ന രീതിയിലുള്ള ഉപരോധം ഏർപ്പെടുത്തിയതിനെ നേരിടുവാനായി NRIസിൽ നിന്നും വിഭവം സമാഹരിക്കാനായിട്ട് റീസർജന്റ് ഇന്ത്യ ബോൺസ് എന്നുള്ളൊരു പദ്ധതി കൊണ്ടുവരികയും അതിനെ നമ്മൾ തരണം ചെയ്തു. അന്നത്തെക്കാളും 1998 ഇന്ത്യയെക്കാളും എത്രയോ വളർന്ന് വിപുലമായി എത്രയോ ശക്തി ആർജിച്ച് നിൽക്കുന്നു 2025 ഭാരതം. അതുകൊണ്ട് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് ആൾക്കാർക്ക് ഒരു സമാധാനം, ആശ്വാസം പകരാൻ വേണ്ടിയിട്ടുള്ള ആശ്വാസ വാക്കല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സമ്പദ്ഘടനയുടെ പരമാവധി വന്നാൽ 40 ബില്യൺ അല്ലെങ്കിൽ 1% വരുന്ന ചരക്ക് കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയാണ് ഈ 50% തീരുവ. രണ്ടാമത്തെ കാര്യം, ഈ തീരുവ ശരിക്കും ഒറ്റ അടിക്ക് നമ്മൾ നോക്കുമ്പോൾ, ഒരു വിധത്തിൽ നോക്കുമ്പോൾ 50% തീരുവ. പക്ഷെ ശരിക്കും മെറ്റീരിയൽ ആയിട്ടുള്ളത്, അതായത് ശരിക്കും നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള തീരുവയും നമ്മുടെ രാജ്യത്തിന്റെ പുറത്ത് ഏർപ്പെടുത്തിയ തീരുവയും തമ്മിലുള്ള അന്തരം മാത്രമേ നമ്മളെ ബാധിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പൊ ബ്രസീലും ഇന്ത്യയും ഒരേ സാധനം അമേരിക്കയ്ക്ക് കയറ്റി അയക്കുന്നു എന്ന് വിചാരിക്കുക. ബ്രസീലിൽ നിന്നും കയറ്റുമതിക്ക് ഇപ്പോൾ 50% ഏർപ്പെടുത്തി, നമുക്ക് 50%. അപ്പൊ ഈ കോമ്പറ്റീഷനിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കത് ബാധിക്കുകയില്ല, നമ്മളെ ബാധിക്കുകയേ ചെയ്യുന്നില്ല. ഇനി 20% ഇപ്പൊ ബംഗ്ലാദേശ്, വിയറ്റ്നാം, ഇന്തോനേഷ്യ ഏകദേശം 19-20 സൂക്ഷ്മമായിട്ടുള്ള കണക്കുകൾ നമുക്ക് ശരിക്കും ആവശ്യമില്ല. ചൈനയാണെങ്കിൽ 30, അതിനി ഓഗസ്റ്റ് 27 മറ്റോ റിവൈസ് ചെയ്യുന്നു പറഞ്ഞിട്ട് എത്രയോ ആയിക്കൊള്ളട്ടെ. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് 25% ആയിരുന്നപ്പോൾ ശരിക്കും നമുക്ക് കാര്യമായി നമ്മളെ ബാധിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബാധിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ശരിക്കുള്ള ടാരിഫ് 5% മാത്രമേ ആയിരുന്നുള്ളൂ. 50% ആക്കിയപ്പോഴും ഈ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് ആ ഡിഫറൻസ് മാത്രമേ നമുക്ക് മെറ്റീരിയൽ ആയിട്ടുള്ളൂ. അവിടെയാണ് വീണ്ടും ഇന്ത്യയുടെ കെൽപ്പ്, എന്തൊക്കെ ഇന്ത്യക്ക് ചെയ്യാൻ സാധിക്കും, അതിനുള്ള സാമ്പത്തിക ശക്തി ഫിസ്ക്കൽ ഗവൺമെന്റിന് വേറെ ചെയ്യാവുന്ന, ഇപ്പൊ ഗവൺമെന്റ് കയ്യിൽ നിന്ന് കുറച്ച് കാശ് കൊടുത്ത് ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആഘാതം ഏൽക്കുന്ന ഇൻഡസ്ട്രീസിനെ, യൂണിറ്റ്സിനെ, സംരംഭകരെ, കയറ്റുമതിക്കാരെ ഒക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള തീരുമാനം ചിലപ്പോൾ എടുക്കേണ്ടി വന്നേക്കാം. അത് എടുക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ എത്ര കോടി രൂപയാണ് നമുക്ക് വേണ്ടി വരിക? അതിന്റെ കണക്ക് പ്രസക്തമാണ്. ഞാനൊരു കണക്ക് നോക്കിയപ്പോൾ ഈ 40%-ന്റെ 25% നമ്മൾ 50% എന്നുള്ളതാണ് തീരുവ. ഇനി 25% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സർക്കാർ ഇതിൽ അഫക്റ്റഡ് ആയിട്ടുള്ള കയറ്റുമതിക്കാർക്ക് കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അത് പറയാൻ കാരണം എന്താണ്? തീർച്ചയായിട്ടും കയറ്റുമതി മേഖലയിലെ കുറെ അധികം യൂണിറ്റുകളെ പ്രതികൂലമായി ബാധിക്കും. ഇതിനെ ലഘൂകരിക്കുകയല്ല. ഉദാഹരണത്തിന് കേരളത്തിൽ നിന്നുള്ള ഈ മത്സ്യമേഖലയിലും ചെമ്മീൻ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ, മറൈൻ ഫുഡ്സ്, മറ്റുള്ള മറൈൻ ഫുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന, കയറ്റുമതി ചെയ്യുന്ന ആൾക്കാർ,
ടെക്സ്റ്റൈൽസ് ഇവരെ എല്ലാം ബാധിക്കും. മറ്റുള്ള ഇപ്പൊ തിരുപ്പൂർ പോലത്തെ സെന്റേഴ്സിലുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്ടേഴ്സുമായിട്ടും ഒക്കെ ഞാൻ സംസാരിച്ചു, അവരെയൊക്കെ ബാധിക്കും. പക്ഷെ ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ഒരു 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 സംവിധാനം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ തീരുവയുടെ ഒരു 50% അമേരിക്കയിൽ നിന്നും ഇത് ഇറക്കുമതി ചെയ്യുന്ന കമ്പനികൾ വഹിക്കാം എന്ന് ഓൾറെഡി ഏറ്റിട്ടുണ്ട്. കാരണം ഇവർ സംസാരിച്ച് തുടങ്ങിയല്ലോ. അപ്പൊ അമേരിക്കയിൽ ഇപ്പം റീറ്റെയിൽ നമ്മുടെ ലുലു സൂപ്പർ മോൾ പോലെ വാൾമാർട്ട്, കോസ്കോ, അപ്പൊ അവരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ഭാഗം ഞങ്ങൾ ബയർ, മേടിക്കുന്ന ആള് വഹിക്കാം, വിൽക്കുന്ന ആൾ ഒരു പോർഷൻ വഹിക്കണം. അതുകൊണ്ട് ഇത് സമമായിട്ട് ഇത് പങ്കെടുത്തുകൊണ്ട് ഈ പ്രതിസന്ധി തരണം ചെയ്യാം. കാരണം അവർക്കും പല ബയേഴ്സിനും ഇറക്കുമതി ചെയ്യുന്ന പല കമ്പനികൾക്കും എത്രയോ വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ആൻഡ് കച്ചവടത്തില് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല, കയറ്റുമതി ചെയ്യുന്ന, ഉൽപാദനം ചെയ്യുന്ന, വിൽക്കുന്ന ആളും വാങ്ങുന്ന ആളും തമ്മിലുള്ള ബന്ധവും കൂടി ഇതില് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. 20 വർഷമായിട്ട് മേടിക്കുന്ന ഒരാള് ക്വാളിറ്റി, ഈ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ആളിനെ അറിയാം, അവരുടെ ക്വാളിറ്റി അറിയാം. അപ്പൊ അയാൾ പെട്ടെന്ന് ഈ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് വേറെ ഒരു രാജ്യത്തിലേക്ക് പോവില്ല. കാരണം അതിൽ കുറെ കടമ്പകൾ അതിലും കടക്കുവാൻ വേണ്ടി അവർക്ക് ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് ഇത് സമമായിട്ട് വീതിച്ചു പോകുമെന്നുള്ള ഒരു അനുമാനത്തിന്റെ ബേസിസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ 45 ബില്യന്റെ 25% കാതലായ ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നം. ഏറ്റവും വേഴ്സ്റ്റ് കേസിൽ തന്നെ ഞാൻ പറയാം, അത് ഏകദേശം 3,20,000 കോടി അല്ല 80,000 കോടിയോളം രൂപ. അതായത് തീരുവ 25% ഓഫ് ഈ 45 ബില്യൺ. 45 ബില്യൺ എന്നുള്ളത് ഏകദേശം 3,20,000 കോടി. അതിന്റെ 25% 80,000 കോടി. നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റിന്റെ തോത് നമ്മൾ ഓർക്കണം. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ബഡ്ജറ്റിന്റെ ആകെ തോത് 50 ലക്ഷം കോടി രൂപയാണ്. അതായത് ഇന്ത്യ ഗവൺമെന്റ് ഒരു വർഷം ചെലവാക്കുന്ന മൊത്തം തുക 50 ലക്ഷം കോടി രൂപയാണ്. അതില് അഥവാ ഒരു 80,000 കോടിയുടെ ചെലവ് പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുമ്പോൾ 80,000 കോടി രൂപയുടെ ചെലവ് കൂടി വേണ്ടി വന്നാൽ നടത്താനുള്ള കെൽപ്പ് ഇന്ത്യൻ ഗവൺമെന്റിനുണ്ട്. ഇതാണ് വളരെ നമ്മൾ രസകരമായ ഒരു വസ്തുതയാണ് താങ്കൾ ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയത്. കാരണം ഈ താരിഫ് ചുമത്താൻ തിരഞ്ഞെടുത്ത മേഖലകളിൽ പോലും ഇരട്ടത്താപ്പ് വ്യക്തമെന്നത്